പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾക്ക് പുതിയ ഒരു ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ടുഡേ വി ആർ സ്റ്റാർട്ടിംഗ് അവർ 10th ചാപ്റ്റർ ഫൈനാൻഷ്യൽ മാർക്കറ്റ്. നമ്മൾ പഠിക്കുന്നത് +2 ബിസിനസ് സ്റ്റഡീസിലെ ഫോക്കസ് ഏരിയ ബേസ് ചെയ്തുകൊണ്ടുള്ള കാര്യങ്ങളാണ്. 9 ചാപ്റ്റേഴ്സ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ടുഡേ വി ആർ സ്റ്റാർട്ടിംഗ് അവർ 10th ചാപ്റ്റർ ഫൈനാൻഷ്യൽ മാർക്കറ്റ് ആൻഡ് ദിസ് ഈസ് യുവർ ഫസ്റ്റ് ക്ലാസ്. 10ാമത്തെ പാഠത്തിൻ്റെ ആദ്യത്തെ ക്ലാസ്സാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പേ ഇതുവരെയായിട്ട് MHSS ടൈംസ് എന്ന വിദ്യാഭ്യാസ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ബെൽ ബട്ടൺ കൂടെ അതിനകത്ത് നോട്ടിഫിക്കേഷൻസ് ഓൾ എന്നുകൂടെ എനേബിൾ ചെയ്യുക. അങ്ങനെയാണെങ്കിൽ പുതിയ ക്ലാസ്സുകൾ അപ്ഡേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നമ്മുടെ ചാപ്റ്റർ ആരംഭിക്കാം. വി ആർ സ്റ്റാർട്ടിംഗ് അവർ 10th ചാപ്റ്റർ ഫൈനാൻഷ്യൽ മാർക്കറ്റ്. ഇന്ന് നമ്മൾ നമ്മുടെ ഫൈനാൻഷ്യൽ മാർക്കറ്റ് എന്ന പാഠം ആരംഭിക്കുകയാണ്. ഈ പാഠത്തിലെ ഫോക്കസ് ഏരിയകളൊന്ന് പരിചയപ്പെടാം. ഈ പാഠത്തിൽ 2020-21 വർഷത്തേക്ക് പഠിക്കാനുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ മണി മാർക്കറ്റ് ഇൻസ്ട്രുമെൻറ്റ്സ്, ക്യാപിറ്റൽ മാർക്കറ്റ് ഇൻസ്ട്രുമെൻറ്റ്സ്, കൂടാതെ സെബി ആൻഡ് ഇറ്റ്സ് ഫങ്ഷൻസ്. ഈ 3 കാര്യങ്ങളാണ് ഫോക്കസ് ഏരിയയിൽ വരുന്നത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ മണി മാർക്കറ്റ് എന്താണെന്ന് പഠിക്കാം. We can start money market directly. Before starting money market and discussing money market instruments, we will discuss what is financial market and what is financial system. നമ്മൾക്കിത് നേരിട്ട് മണി മാർക്കറ്റ് തുടങ്ങാൻ പറ്റില്ല. അപ്പോൾ ജസ്റ്റ് ഒരു 5 മിനിറ്റ് നമുക്കൊരു ഇൻട്രൊഡക്ഷൻ ഡിസ്കസ് ചെയ്യാം. ദ ഫൈനാൻഷ്യൽ സിസ്റ്റം enables lenders and borrowers to exchange funds. The financial system consists of financial institutions, financial market, financial instruments and financial services. നോക്ക്, ഒരു രാജ്യത്ത് നിലനിൽക്കുന്ന ഫൈനാൻഷ്യൽ സിസ്റ്റം, നമ്മുടെ രാജ്യത്ത് ഒരു ഫൈനാൻഷ്യൽ സിസ്റ്റം നിലനിൽക്കുന്നുണ്ട്, ഇന്ത്യൻ ഫൈനാൻഷ്യൽ സിസ്റ്റം. ആ ഇന്ത്യൻ ഫൈനാൻഷ്യൽ സിസ്റ്റം പൈസയുടെ അല്ലെങ്കിൽ ഫൈനാൻസ് ഒക്കെ ഡീൽ ചെയ്യുന്ന ആ ഒരു സിസ്റ്റം that enables lenders and borrowers to exchange funds. And financial system, Indian financial system consists of 4 elements. ഇന്ത്യയിലുള്ള ഫൈനാൻഷ്യൽ സിസ്റ്റത്തിന് 4 എലമെൻറ്റുകളാണുള്ളത്. ആദ്യത്തേത് ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ്, രണ്ടാമത്തേത് ഫൈനാൻഷ്യൽ മാർക്കറ്റ് ആണ്, മൂന്നാമത്തേത് ഫൈനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ്സ് ആണ്, നാലാമത്തേത് ഫൈനാൻഷ്യൽ സർവീസസ് ആണ്. ഇതിൽ ഒരു എലമെൻ്റ് ആയിട്ടുള്ള, അതായത് സെക്കൻഡ് എലമെൻ്റ് ആയിട്ടുള്ള ഫൈനാൻഷ്യൽ മാർക്കറ്റ് ആണ് നമ്മുടെ ചാപ്റ്റർ. വേണമെങ്കിൽ പഠിച്ചാൽ മതി 4 പോയിന്റും. ഞാൻ ജസ്റ്റ് ഇൻട്രൊഡക്ഷൻ പറഞ്ഞു വന്നേ ഉള്ളൂ. ഇന്ത്യൻ ഫൈനാൻഷ്യൽ സിസ്റ്റത്തിൻ്റെ രണ്ടാമത്തെ എലമെൻ്റ് ആയിട്ടുള്ള ഫൈനാൻഷ്യൽ മാർക്കറ്റ് എന്നതാണ് നമ്മുടെ ചാപ്റ്ററിൻ്റെ പേര്. നമുക്ക് നോക്കാം എന്താണ് ഫൈനാൻഷ്യൽ മാർക്കറ്റ് എന്ന്. ഫൈനാൻഷ്യൽ മാർക്കറ്റ് പഠിക്കുന്നതിന് മുമ്പേ എന്താണ് മാർക്കറ്റ്, വിപണി എന്ന് പറഞ്ഞാൽ എന്താ? മാർക്കറ്റ് ഈസ് എ പ്ലേസ് വെർ ഗൂഡ്സ് ആർ ബോട്ട് ആൻഡ് സോൾഡ്. മാർക്കറ്റ് എന്ന് പറയുന്നത് ഒരു സ്ഥലമാണ്, അവിടെ സാധനങ്ങളും സേവനങ്ങളും വിൽക്കുകയും വാങ്ങുകയും ചെയ്യും. സാധാരണ എക്സാമ്പിൾസ് വെജിറ്റബിൾ മാർക്കറ്റ്, ഫിഷ് മാർക്കറ്റ്, ഇതൊക്കെ എക്സാമ്പിളുകളാണ്. ഇനി നമ്മുടെ ടോപ്പിക്കിൻ്റെ പേരെന്താ? ഫൈനാൻഷ്യൽ മാർക്കറ്റ്. ഫൈനാൻഷ്യൽ മാർക്കറ്റ്. ഫൈനാൻഷ്യൽ മാർക്കറ്റ് നെവർ മീൻസ് എ മാർക്കറ്റ് വിച്ച് ഡീൽസ് വെർ ബൈയിങ് ആൻഡ് സെല്ലിംഗ് ഓഫ് ഫൈനാൻസ് ടേക്സ് പ്ലേസ്. പൈസ വിൽക്കുകയും വാങ്ങുകയും ചെയ്യുന്ന സ്ഥലമല്ല ഫൈനാൻഷ്യൽ മാർക്കറ്റ്. കാരണം എന്താ? പൈസ നമുക്ക് വിൽക്കാനും ഫൈനാൻസിനെ നമുക്ക് വിൽക്കാനും വാങ്ങാനും പറ്റില്ല. പക്ഷേ ഫൈനാൻഷ്യൽ അസറ്റുകളെ നമുക്ക് വിൽക്കാനും വാങ്ങാനും പറ്റും. ഫൈനാൻഷ്യൽ അസറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഫസ്റ്റ് ഇയർ ബിസിനസ് സ്റ്റഡീസിൽ പഠിച്ച സോഴ്സസ് ഓഫ് ബിസിനസ് ഫൈനാൻസിലുള്ള ഇക്വിറ്റി ഷെയർസ്, പ്രിഫറൻസ് ഷെയർസ്, ഡിബഞ്ചർ, കൊമേഴ്ഷ്യൽ പേപ്പർ, സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ്, ഇതൊക്കെയാണ് ഫൈനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ് അല്ലെങ്കിൽ ഫൈനാൻഷ്യൽ അസറ്റ്സ് എന്നറിയപ്പെടുന്നത്. അപ്പോൾ ഫൈനാൻഷ്യൽ മാർക്കറ്റ് ഈസ് എ മാർക്കറ്റ് ഫോർ ക്രിയേഷൻ ആൻഡ് എക്സ്ചേഞ്ച് ഓഫ് ഫൈനാൻഷ്യൽ അസറ്റ്സ് സച്ച് ആസ് ഷെയർസ്, ഡിബഞ്ചേഴ്സ്, ബോണ്ട്, ഗവൺമെൻറ് സെക്യൂരിറ്റീസ്, കൊമേഴ്ഷ്യൽ പേപ്പേഴ്സ്, സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ് എക്സെട്ര. അപ്പോൾ എന്താണ് ഫൈനാൻഷ്യൽ മാർക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേര് തന്നെ ക്ലിയർ ആണ്. ഇറ്റ് ഈസ് എ മാർക്കറ്റ് വിച്ച് ഡീൽസ് വിത്ത് ഫൈനാൻഷ്യൽ അസറ്റ്സ് ലൈക്ക് ഷെയർസ്, ഡിബഞ്ചേഴ്സ്, ബോണ്ട്, ഗവൺമെൻറ് സെക്യൂരിറ്റീസ് എക്സെട്ര. അപ്പോൾ കമ്പനികൾക്ക് പണം കണ്ടുപിടിക്കാൻ, പൈസ ക്യാപിറ്റൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ഫൈനാൻഷ്യൽ അസറ്റ് അല്ലെങ്കിൽ ഫൈനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ്സ് ഇഷ്യൂ ചെയ്യാം. ഷെയർ, ഡിബഞ്ചർ തുടങ്ങിയ ഇൻസ്ട്രുമെൻറ്റ്സ്. അങ്ങനെയുള്ള ഫൈനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റുകൾ ഡീൽ ചെയ്യുന്ന മാർക്കറ്റിനെ വിളിക്കുന്ന പേരാണ് ഫൈനാൻഷ്യൽ മാർക്കറ്റ് എന്ന്. നെക്സ്റ്റ് പാരഗ്രാഫ് നോക്കുക.
It helps in mobilization of savings and channelizing them into the most productive uses. It helps in mobilization of savings. ഇതെന്തിനു സഹായിക്കുന്നു? ജനങ്ങളുടെ സമ്പാദ്യം കമ്പനികൾക്ക് മൊബിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്, കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നു. എ ഫൈനാൻഷ്യൽ മാർക്കറ്റ് ഹെൽപ്സ് ടു ലിങ്ക് ദ സേവേഴ്സ് ആൻഡ് ഇൻവെസ്റ്റേഴ്സ്. ഒരു ഫൈനാൻഷ്യൽ മാർക്കറ്റ് എന്തിനു സഹായിക്കുന്നു? സേവേഴ്സ് ഓഫ് മണി കൂടാതെ ഇൻവെസ്റ്റേഴ്സ് ഇവരെയൊക്കെ ലിങ്ക് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നു ഫൈനാൻഷ്യൽ മാർക്കറ്റ്. ഈ പിക്ചർ ഒന്ന് കറക്റ്റ് അനലൈസ് ചെയ്യാം. ഹൗസ് ഹോൾഡ് സേവേഴ്സ്, അതായത് നമ്മൾക്കറിയാം നമ്മുടെ രാജ്യത്ത് 130 കോടി ജനങ്ങൾ, ഏകദേശം 130-ലധികം കോടി ജനങ്ങൾ നമ്മുടെ രാജ്യത്തുണ്ട്. ജനങ്ങളുടെ കയ്യിൽ പണമുണ്ട്, ജനങ്ങളുടെ കയ്യിൽ പൈസയുണ്ട്. ഇപ്പം നിങ്ങളുടെ പാരൻസിൻ്റെയൊക്കെ കയ്യിൽ പൈസ ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ അങ്ങനെ പണം കയ്യിലുള്ള ആൾക്കാർക്ക് എന്ത് ചെയ്യാം? ജനങ്ങളുടെ കയ്യിൽ പൈസ ഉണ്ട്, ബിസിനസ്സിന് പൈസ ആവശ്യമാണ്. ബിസിനസ് മാൻ നീഡ് ഫണ്ട് ആൻഡ് ഹൗസ് ഹോൾഡ് സേവ്, ദാറ്റ് ഈസ് ജനറൽ പബ്ലിക് will have some savings in their hand, and through banks or a person can deposit his savings with a commercial bank. ഒരാൾക്ക് അയാളുടെ കയ്യിലുള്ള പൈസ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യാം. ഇങ്ങനെ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പൈസ ബാങ്ക് ബിസിനസ് മാന് ലോൺ കൊടുക്കും. അപ്പോൾ ഇവൻ്റെ കയ്യിലുള്ള പൈസ, ഇത് സേവറാണ്, ഒരു ജനറൽ പബ്ലിക്കിൽ വരുന്ന ഒരാളാണ്. ഇയാളുടെ കയ്യിലുള്ള പൈസ ബാങ്ക് വഴി ബിസിനസ്സിലേക്ക് എത്തുന്നു. ഒന്നാമത്തെ വഴി. ഇനി സെക്കൻഡ് നോക്കിക്കോ, ഇയാൾക്ക് എന്ത് ചെയ്യാം? ഇൻസ്റ്റെഡ് ഓഫ് ഡെപ്പോസിറ്റിംഗ് മണി ഇൻ എ കമേഴ്ഷ്യൽ ബാങ്ക്, ത്രൂ ഫൈനാൻഷ്യൽ മാർക്കറ്റ്, ത്രൂ സ്റ്റോക്ക് എക്സ്ചേഞ്ച്, ത്രൂ പ്രൈമറി മാർക്കറ്റ്, ഇതൊക്കെ ഡിസ്കസ് ചെയ്യും നമ്മൾ. ത്രൂ ഫൈനാൻഷ്യൽ മാർക്കറ്റ് ആൻ ഇൻവെസ്റ്റർ ക്യാൻ ചാനലൈസ് ഓർ ഇൻവെസ്റ്റർ ക്യാൻ ഇൻവെസ്റ്റ് ഹിസ് സേവിങ്സ് ഇൻ ബിസിനസ് ഫേംസ്. അതായത് ഒന്നുകിൽ ബാങ്കിന് ലോൺ കൊടുത്തിട്ട് ബാങ്കിൽ പൈസ ഡെപ്പോസിറ്റ് ചെയ്തിട്ട് ബാങ്ക് ആ പണം ബിസിനസ്സിന് ലോൺ കൊടുക്കും, അല്ലെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് ഫൈനാൻഷ്യൽ മാർക്കറ്റ് വഴി കമ്പനികളുടെ ഷെയറും ഡിബഞ്ചറും വാങ്ങിച്ചിട്ട് ജനങ്ങളുടെ കയ്യിലുള്ള പണം ബിസിനസ്സിലേക്ക് എത്തും. ഇതാണ് ഫൈനാൻഷ്യൽ മാർക്കറ്റ് ഹെൽപ്സ് ടു ലിങ്ക് ബോറോവേഴ്സ് ആൻഡ് സേവേഴ്സ് ഓഫ് മണി എന്ന് പറയുന്നത്. ജസ്റ്റ് നിങ്ങൾ മനസ്സിലാക്കുക. ഫൈനാൻഷ്യൽ മാർക്കറ്റ് കൺസിസ്റ്റ് ഓഫ് 2 മേജർ സെഗ്മെന്റ്സ്. ഫൈനാൻഷ്യൽ മാർക്കറ്റിന് പ്രധാനമായിട്ടും 2 സെഗ്മെന്റുകളാണുള്ളത്. ആദ്യത്തേത് മണി മാർക്കറ്റാണ്, രണ്ടാമത്തേത് ക്യാപിറ്റൽ മാർക്കറ്റാണ്. മണി മാർക്കറ്റിന്റെ ബ്രാക്കറ്റിൽ നിങ്ങൾക്ക് കാണാം മാർക്കറ്റ് ഫോർ ഷോർട്ട് ടേം ഫണ്ടാണ്. ക്യാപിറ്റൽ മാർക്കറ്റിന്റെ ബ്രാക്കറ്റിൽ മാർക്കറ്റ് ഫോർ മീഡിയം ആൻഡ് ലോങ് ടേം ഫണ്ട്. അപ്പോൾ ഫൈനാൻഷ്യൽ മാർക്കറ്റിന് 2 സെഗ്മെന്റുകളാണുള്ളത്, മണി മാർക്കറ്റ് ആൻഡ് ക്യാപിറ്റൽ മാർക്കറ്റ്. അപ്പോൾ നമുക്ക് നമ്മുടെ ഫോക്കസ് ഏരിയയിലേക്ക് എത്തുകയാണ്. നമുക്ക് ആദ്യമായിട്ട് പഠിക്കാനുള്ളത് മണി മാർക്കറ്റ് ഇൻസ്ട്രുമെന്റുകളാണ്. ക്ലിയർ? നേരിട്ട് പറയുന്നതിന് പകരം എന്താണ് മണി മാർക്കറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നു. ലിസൺ, ഇതാണ് നമ്മുടെ ക്ലാസിഫിക്കേഷൻ. ഫൈനാൻഷ്യൽ മാർക്കറ്റ്. ഫൈനാൻഷ്യൽ മാർക്കറ്റ്, a market which deals with financial assets like shares, debentures. It is classified into 2, money market and capital market. Financial market ine രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം, മണി മാർക്കറ്റ് എന്നും ക്യാപിറ്റൽ മാർക്കറ്റ് എന്നും. ഇത് രണ്ടുമാണ് നമ്മുടെ ഫോക്കസ് ഏരിയ, മണി മാർക്കറ്റ് ഇൻസ്ട്രുമെന്റ്സ്, ക്യാപിറ്റൽ മാർക്കറ്റ് ഇൻസ്ട്രുമെന്റ്സ്. അപ്പോൾ നമുക്ക് ഒന്നാമത്തെ പോയിന്റ് ആയിട്ടുള്ള മണി മാർക്കറ്റ് ഡിസ്കസ് ചെയ്യാം. മണി മാർക്കറ്റ്, market for short term fund. A money market is a market which deals with short term financial instruments like treasury bills, commercial paper, call money, certificate of deposit, etc. എന്താണ്? A money market is a market which deals with short term financial instruments. Short-term financial instruments refers to those financial instruments having a validity of less than 1 year. ഒരു വർഷത്തിൽ താഴെ കാലാവധിയുള്ള ഫൈനാൻഷ്യൽ ഇൻസ്ട്രുമെന്റുകളെ വിളിക്കുന്ന പേരാണ് ഷോർട്ട് ടേം ഫൈനാൻഷ്യൽ ഇൻസ്ട്രുമെന്റുകൾ. അപ്പോൾ അതിന് എക്സാമ്പിൾസ് വരുന്നത് ട്രഷറി ബിൽസ്, കൊമേഴ്ഷ്യൽ പേപ്പർ, കോൾ മണി, സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ് തുടങ്ങിയവയാണ്.
അപ്പോൾ ഒരു വർഷത്തിൽ താഴെ കാലാവധിയുള്ള ഫൈനാൻഷ്യൽ ഇൻസ്ട്രുമെന്റുകളായ ട്രഷറി ബില്ലും കൊമേഴ്ഷ്യൽ പേപ്പർ, കോൾ മണി, സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ് ഇതൊക്കെ ഡീൽ ചെയ്യുന്ന മാർക്കറ്റിനെ വിളിക്കുന്ന പേരാണ് മണി മാർക്കറ്റ് എന്ന്. ഷോർട്ട് ടേം ഫൈനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ്സ് refers to instruments issued by companies to collect short term finance. Short term finance means working capital. അപ്പോൾ ഒരു കമ്പനികൾക്ക് ആവശ്യമുള്ള വർക്കിംഗ് ക്യാപിറ്റൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് കമ്പനികളും മറ്റ് ധനകാര്യ സ്ഥാപനങ്ങളും അല്ലെങ്കിൽ ഗവൺമെന്റും ഒക്കെ ഇഷ്യൂ ചെയ്യുന്ന ഇൻസ്ട്രുമെന്റുകളെ വിളിക്കുന്ന പേരാണ് ഷോർട്ട് ടേം ഫൈനാൻഷ്യൽ ഇൻസ്ട്രുമെന്റുകൾ എന്ന്. അപ്പോൾ ഒരു വർഷത്തിൽ താഴെ കാലാവധിയുള്ള ഫൈനാൻഷ്യൽ ഇൻസ്ട്രുമെന്റുകൾ ഡീൽ ചെയ്യുന്ന മാർക്കറ്റിനെ വിളിക്കുന്ന പേരാണ് മണി മാർക്കറ്റ് എന്ന്. ക്ലിയർ? മണി മാർക്കറ്റ് ഹാസ് നോ ഫിസിക്കൽ ലൊക്കേഷൻ. ഇതിന് ഫിസിക്കൽ ലൊക്കേഷൻ ഇല്ല. ഒരു സ്ഥലത്ത് നമുക്ക് കാണാനോ തൊടാനോ പറ്റുന്ന ഒരു ബിൽഡിംഗ് ഒന്നും ഇല്ല ഇതിന്. ഇറ്റ് ഹാസ് നോ ഫിസിക്കൽ ലൊക്കേഷൻ. എക്സാമ്പിൾ മുംബൈ മണി മാർക്കറ്റ്, കൊൽക്കത്ത മണി മാർക്കറ്റ്, ലണ്ടൻ മണി മാർക്കറ്റ് ഇതൊക്കെ എക്സാമ്പിളുകളാണ്. ഇപ്പം മുംബൈ മണി മാർക്കറ്റ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ബോംബെയിലേക്ക് പോയി കഴിഞ്ഞാൽ അങ്ങനെ ഒരു സാധനം അവിടെ കാണാനില്ല. അതാണ് മണി മാർക്കറ്റ് ഹാസ് നോ ഫിസിക്കൽ ലൊക്കേഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? മണി മാർക്കറ്റ് ഹാസ് നോ ഫിസിക്കൽ ലൊക്കേഷൻ. നെക്സ്റ്റ് നമുക്ക് നമ്മുടെ ടോപ്പിക്കിലേക്ക് ഡയറക്റ്റായിട്ട് പോവാം. മണി മാർക്കറ്റ് ഇൻസ്ട്രുമെന്റ്സ്. മണി മാർക്കറ്റ് ഇൻസ്ട്രുമെന്റ്സ്. മണി മാർക്കറ്റ് ഇൻസ്ട്രുമെന്റ്സ് ബ്രാക്കറ്റിനകത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ സബ് മാർക്കറ്റ്സ് ഓഫ് ഇന്ത്യൻ മണി മാർക്കറ്റ് എന്നുകൂടെ എഴുതാം. സബ് മാർക്കറ്റ്സ് ഓഫ് അല്ലെങ്കിൽ സെഗ്മെന്റ്സ് ഓഫ് ഇന്ത്യൻ മണി മാർക്കറ്റ് എന്നുകൂടെ ചോദിച്ചു കഴിഞ്ഞാലും ഇതേ ആൻസർ തന്നെയാണ്. അപ്പോൾ മണി മാർക്കറ്റിൽ നിന്നും കമ്പനികൾക്ക് ഏതൊക്കെ ഇൻസ്ട്രുമെന്റുകളുടെ സഹായത്തോടു കൂടി വർക്കിംഗ് ക്യാപിറ്റൽ കണ്ടുപിടിക്കാം എന്നതാണ് നമ്മൾ പഠിക്കുന്നത്. വി ആർ ഡിസ്കസിങ് ഡിഫറെന്റ് മണി മാർക്കറ്റ് ഇൻസ്ട്രുമെന്റ്സ് ഓർ സബ് മാർക്കറ്റ്സ് ഓഫ് ഇന്ത്യൻ മണി മാർക്കറ്റ്. ആദ്യത്തെ മണി മാർക്കറ്റ് ഇൻസ്ട്രുമെന്റ് ഇതാണ്, ട്രഷറി ബിൽസ്. ട്രഷറി ബിൽ മാർക്കറ്റ് ഓർ ട്രഷറി ബിൽസ്. ഞാൻ പറഞ്ഞു ഇത് ഒന്നുകിൽ മണി മാർക്കറ്റ് ഇൻസ്ട്രുമെന്റ്സ് എന്നോ അല്ലെങ്കിൽ സബ് മാർക്കറ്റ്സ് ഓഫ് ഇന്ത്യൻ മണി മാർക്കറ്റ് എന്നോ ചോദിച്ചു കഴിഞ്ഞാലും ഒരേ ആൻസർ ആണ്. നമുക്കിപ്പോൾ ഹെഡിങ്ങിൽ ഡിസ്കസ് ചെയ്യുന്നത് മണി മാർക്കറ്റ് ഇൻസ്ട്രുമെന്റ്സ് എന്നതാണ്. ആദ്യത്തെ മണി മാർക്കറ്റ് ഇൻസ്ട്രുമെന്റ് ഇതാണ്, ട്രഷറി ബിൽ. ബ്രാക്കറ്റിനകത്ത് ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ടി ബിൽസ് ഓർ സീറോ കൂപ്പൺ ബോണ്ട്. These bills are issued by Reserve Bank of India on behalf of the Government of India. Treasury bills are issued by RBI on behalf of Government of India. കേന്ദ്ര ഗവൺമെന്റിന് വേണ്ടിയിട്ട് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഇഷ്യൂ ചെയ്യുന്ന ബില്ലുകളാണ് ട്രഷറി ബിൽസ്. ദീസ് ആർ ഷോർട്ട് ടേം ക്രെഡിറ്റ് ഇൻസ്ട്രുമെന്റ്സ് ഫോർ എ പീരിയഡ് ഓഫ് ലെസ് ദാൻ 1 year. These are short term credit instruments for a period of less than 1 year. ഒരു വർഷത്തിൽ താഴെ കാലാവധിയുള്ള ക്രെഡിറ്റ് ഇൻസ്ട്രുമെന്റുകൾ, ഷോർട്ട് ടേം ക്രെഡിറ്റ് ഇൻസ്ട്രുമെന്റുകളാണ് ട്രഷറി ബിൽസ് എന്ന് പറയുന്നത്. ദേ ആർ ഇഷ്യൂഡ് അറ്റ് എ പ്രൈസ് വിച്ച് ഈസ് ലോവർ ദാൻ ദ ഫേസ് വാല്യൂ ആൻഡ് റീപെയ്ഡ് അറ്റ് പാർ. They are issued at a price which is lower than their face value and repaid at par. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ട്രഷറി ബിൽസ് ആർ ഇഷ്യൂഡ് അറ്റ് എ ഡിസ്കൗണ്ട്. ഇത് ഡിസ്കൗണ്ടിലാണ് ഇഷ്യൂ ചെയ്യുന്നത് ആൻഡ് റീപെയ്ഡ് അറ്റ് എ പാർ വാല്യൂ. എന്നിട്ട് ഏത് പാർ വാല്യൂ മീൻസ് ഫേസ് വാല്യൂ. അതായത് ഒരു എക്സാമ്പിൾ ലാസ്റ്റ് സെന്റൻസ് കൂടെ ഒന്ന് നോക്കാം, ഞാൻ എക്സാമ്പിൾ പറഞ്ഞുതരാം. ട്രഷറി ബിൽസ് ആർ അവൈലബിൾ ഓഫ് 25,000 ആൻഡ് ഇൻ മൾട്ടിപ്പിൾസ് ദെയർ ഓഫ്. മിനിമം 25,000 രൂപയാണ് അതിൻ്റെ ഫേസ് വാല്യൂ വരുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ മൾട്ടിപ്പിൾസ് ആയിട്ടും വരുന്നു. അപ്പോൾ ഒരു എക്സാമ്പിൾ നോക്കാം. 25,000 രൂപ വിലയുള്ള ഒരു ട്രഷറി ബില്ല് ഇഷ്യൂ ചെയ്യുന്നത്, അതായത് ഇൻവെസ്റ്റേഴ്സിന് ഇഷ്യൂ ചെയ്യുന്നത് 25,000-ആയിരിക്കില്ല, അതിനേക്കാൾ കുറഞ്ഞ വിലക്കായിരിക്കും ഇഷ്യൂ ചെയ്യുക. അതാണ് ഇഷ്യൂഡ് അറ്റ് എ ഡിസ്കൗണ്ട് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇഷ്യൂഡ് അറ്റ് എ വാല്യൂ ലെസ് ദാൻ ദ ഫേസ് വാല്യൂ എന്ന് പറയുന്നത്. അപ്പോൾ 25,000 രൂപയുടെ ഒറിജിനൽ പ്രൈസ്, അതിനേക്കാൾ കുറഞ്ഞ വിലക്കാണ് ഇൻവെസ്റ്റേഴ്സിന് ഇഷ്യൂ ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുന്നു, ഇത് റീപേ ചെയ്യുന്ന സമയത്ത് 25,000 രൂപ ഇൻവെസ്റ്റർക്ക് തിരിച്ചു കൊടുക്കും. ക്ലിയർ ആയോ? കൂടാതെ ഒരു കാര്യം കൂടി ഇവിടെ ഞാൻ സ്ക്രീനിൽ പറഞ്ഞിട്ടില്ല. RBIയിൽ നിന്നും നമുക്ക് ഒരു ജനറൽ പബ്ലിക്കിന് നേരിട്ട് ഡീലിങ്സ് ഇല്ല.
റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഈ ട്രഷറി ബില്ലുകൾ കൊമേഴ്ഷ്യൽ ബാങ്ക്സിന് ഇഷ്യൂ ചെയ്യും. അങ്ങനെ കൊമേഴ്ഷ്യൽ ബാങ്കുകളാണ് ഇത് ഡയറക്റ്റ് ആയിട്ട് ഇൻവെസ്റ്റേഴ്സിന് അല്ലെങ്കിൽ ജനറൽ പബ്ലിക്കിന് ഇഷ്യൂ ചെയ്യുക. അപ്പോൾ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഫണ്ടൊക്കെ റേസ് ചെയ്യാൻ വേണ്ടിയിട്ട്, കേന്ദ്ര ഗവൺമെൻറ്റിന് ആവശ്യമായിട്ടുള്ള ഫണ്ട് റേസ് ചെയ്യാൻ വേണ്ടിയിട്ട് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ കേന്ദ്ര ഗവൺമെൻറ്റിന് വേണ്ടി ഇഷ്യൂ ചെയ്യുന്ന ഷോർട്ട് ടേം ഇൻസ്ട്രുമെൻ്റ് ആണ്, ക്രെഡിറ്റ് ഇൻസ്ട്രുമെൻ്റ് ആണ് ട്രഷറി ബിൽ എന്ന് പറയുന്നത്. ഇത് ഇഷ്യൂ ചെയ്യുന്നത് ഫേസ് വാല്യൂവിനേക്കാൾ കുറഞ്ഞ വിലക്കാണ്. അതായത് ഇഷ്യൂഡ് അറ്റ് എ ഡിസ്കൗണ്ട് ആൻഡ് റീപെയ്ഡ് അറ്റ് ഫേസ് വാല്യൂ എന്നൂടെ മനസ്സിലാക്കുക. അതിൻ്റെ മൾട്ടിപ്പിൾസ് വരുന്നത് ട്രഷറി ബിൽസ് ആർ അവൈലബിൾ ഓഫ് 25,000 ആൻഡ് ഇൻ മൾട്ടിപ്പിൾസ് ദെയറോഫ് 25,000 രൂപ അല്ലെങ്കിൽ അതിൻ്റെ മൾട്ടിപ്പിൾസ് ആയിട്ടാണ് ഈ ട്രഷറി ബില്ലുകൾ വാങ്ങാൻ വേണ്ടി പറ്റുക. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ അല്ലെങ്കിൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ കയ്യിൽ പണം ഉണ്ടെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാം, ട്രഷറി ബില്ലുകളിൽ ഇൻവെസ്റ്റ് ചെയ്യാം. വളരെ സേഫ് ആയിട്ടുള്ള ഇൻസ്ട്രുമെൻ്റ് ആണ്, കാരണം ഇത് ഇഷ്യൂ ചെയ്യുന്നത് കേന്ദ്ര ഗവൺമെൻറ് തന്നെയാണ്. നെക്സ്റ്റ് സെക്കൻഡ് ഇൻസ്ട്രുമെൻറ്റ്, രണ്ടാമത്തെ മണി മാർക്കറ്റ് ഇൻസ്ട്രുമെൻ്റ് ഇതാണ് കൊമേഴ്ഷ്യൽ പേപ്പർ. കൊമേഴ്ഷ്യൽ പേപ്പർ Commercial paper is a short-term unsecured promissory note with a fixed maturity period issued by large companies. A commercial paper is a short-term unsecured promissory note. Short-term ആയിട്ടുള്ള ഒരു വർഷത്തിൽ താഴെ കാലാവധിയുള്ള അൺസെക്യൂർഡ് സെക്യൂരിറ്റി ഇല്ലാത്ത പ്രോമിസറി നോട്ടാണ്. അതായത് ഒരു പ്രോമിസ് അല്ലെങ്കിൽ ഒരു ഫൈനാൻഷ്യൽ ഇൻസ്ട്രുമെൻ്റ് ആണ്, ഒരു ഫൈനാൻഷ്യൽ ഇൻസ്ട്രുമെൻ്റ് ആണ് കൊമേഴ്ഷ്യൽ പേപ്പർ വിത്ത് എ ഫിക്സഡ് മെച്യൂരിറ്റി പീരിയഡ്. അതിനൊരു മെച്യൂരിറ്റി പീരിയഡ് ഉണ്ടായിരിക്കും. ഇഷ്യൂഡ് ബൈ ലാർജ് സൈസ്ഡ് കമ്പനീസ്. ആരാണ് ഇഷ്യൂ ചെയ്യുന്നത്? ലാർജ് സൈസുള്ള കമ്പനികൾ ഇഷ്യൂ ചെയ്യുന്ന സെക്യൂരിറ്റി ഇല്ലാത്ത ഷോർട്ട് ടേം പ്രോമിസറി നോട്ടുകളാണ് കൊമേഴ്ഷ്യൽ പേപ്പർ. ഇറ്റ് യൂഷ്വലി ഹാസ് എ മെച്യൂരിറ്റി പീരിയഡ് ഓഫ് 15 days to 1 year. ഇതിൻ്റെ വാലിഡിറ്റി എന്ന് പറയുന്നത് മിനിമം 15 ദിവസമാവാം, മാക്സിമം 1 വർഷമാവാം. ഇറ്റ് യൂഷ്വലി ഹാസ് എ മെച്യൂരിറ്റി പീരിയഡ് ഓഫ് 15 days to 1 year. ഇറ്റ് ഈസ് സോൾഡ് അറ്റ് എ ഡിസ്കൗണ്ട് ആൻഡ് റിഡീംഡ് അറ്റ് പാർ. ഇത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഡിസ്കൗണ്ടിലാണ് ഇൻവെസ്റ്റേഴ്സിന് വിൽക്കുക, റീപേ ചെയ്യുന്നത് പാർ വാല്യൂലായിരിക്കും. ഇതാണ് രണ്ടാമത്തെ ഇൻസ്ട്രുമെൻറ്റ് കൊമേഴ്ഷ്യൽ പേപ്പർ. മൂന്നാമത്തെ ദ തേർഡ് മണി മാർക്കറ്റ് ഇൻസ്ട്രുമെൻറ്റ് ഈസ് കോൾ മണി മാർക്കറ്റ്. Call money market. Call money market is a market which deals with call money loan. Call money market is a market which deals with call money loan. Call money loan deal ചെയ്യുന്ന മാർക്കറ്റിനെ വിളിക്കുന്ന പേരാണ് call money market എന്ന്. Call money loan is a short term finance repayable on demand with a maturity of 1 day to 15 days. Call money loan എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ it is a short term finance. ഒരു ഷോർട്ട് ടേം വളരെ ചെറിയ കാലത്തേക്കുള്ള ഒരു ഫൈനാൻസ് ആണ് അല്ലെങ്കിൽ ഫൈനാൻഷ്യൽ ഹെൽപ്പാണ്. റീപേബിൾ ഓൺ ഡിമാൻഡ്. ഡിമാൻഡ് ചെയ്യുന്ന സമയത്ത് റീപേ ചെയ്യണം. വിത്ത് എ മെച്യൂരിറ്റി ഓഫ് 1 day to 15 days. ഒരു ദിവസം മുതൽ 15 ദിവസം വരെ വാലിഡിറ്റി ഉള്ള ഷോർട്ട് ടേം ലോണുകളാണ് കോൾ മണി ലോൺ എന്ന് പറയുന്നത്. കോൾ മണി ഈസ് എ മെത്തേഡ് ബൈ വിച്ച് ബാങ്ക്സ് ബോറോ ഫ്രം ഈച്ച് അതർ ടു ബി ഏബിൾ ടു മെയിൻറ്റെയിൻ ദ ക്യാഷ് റിസർവ് റേഷ്യോ. അതായത് റിസർവ് ബാങ്കിൻ്റെ നിർദ്ദേശപ്രകാരമുള്ള ക്യാഷ് റിസർവ് റേഷ്യോ എല്ലാ ബാങ്കുകളും മെയിൻറ്റെയിൻ ചെയ്യണം. അപ്പോൾ ഈ ക്യാഷ് റിസർവ് റേഷ്യോ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ബാങ്കുകൾ തമ്മിലുള്ള ഒരു അഡ്ജസ്റ്റ്മെൻ്റ് ആണ് കോൾ മണി മാർക്കറ്റ് അല്ലെങ്കിൽ കോൾ മണി ലോൺ. ഏതെങ്കിലും ഒരു ബാങ്കിന് ക്യാഷിൻ്റെ ഷോർട്ടേജ് വന്നു കഴിഞ്ഞാൽ മറ്റൊരു കൊമേഴ്ഷ്യൽ ബാങ്കിൽ നിന്നും കോൾ മണി ലോൺ റേസ് ചെയ്തുകൊണ്ട് ആ ക്യാഷിൻ്റെ ഷോർട്ടേജ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ക്ലിയർ ആയോ? ദ ഇൻട്രസ്റ്റ് റേറ്റ് പെയ്ഡ് ഓൺ കോൾ മണി ലോൺ ഈസ് നോൺ ആസ് കോൾ റേറ്റ്. ഇനി ഇങ്ങനെ തിരിച്ചു കൊടുക്കുന്ന സമയത്ത് ഇതിന് ഇൻട്രസ്റ്റ് കൊടുക്കണം. ആ ഇൻട്രസ്റ്റിനെ വിളിക്കുന്ന പേര് ഇതാണ് കോൾ റേറ്റ് എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ നോക്കുക, സിൻസ് ബാങ്ക്സ് ആർ ദ മേജർ പാർട്ടിസിപ്പൻറ്റ് ഇൻ കോൾ മണി മാർക്കറ്റ്, ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ഇന്റർ ബാങ്ക് കോൾ മണി മാർക്കറ്റ്. ബാങ്കുകളാണ് പ്രധാനപ്പെട്ട പാർട്ടിസിപ്പൻസ്. അതുകൊണ്ട് തന്നെ ഈ ഒരു മാർക്കറ്റിന് അറിയപ്പെടുന്ന മറ്റൊരു പേര് ഇന്റർ ബാങ്ക് കോൾ മണി മാർക്കറ്റ് എന്നുകൂടെ ഇതിനെ അറിയപ്പെടാറുണ്ട്. നെക്സ്റ്റ് നാലാമത്തെ മണി മാർക്കറ്റ് ഇൻസ്ട്രുമെന്റ് ഇതാണ് സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ്. സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ്. സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ്സ് ആർ അൺസെക്യൂർഡ് നെഗോഷ്യബിൾ ഷോർട്ട് ടേം ഇൻസ്ട്രുമെന്റ് ഇൻ ബിയറർ ഫോം ഇഷ്യൂഡ് ബൈ കൊമേഴ്ഷ്യൽ ബാങ്ക്സ് ആൻഡ് ഡെവലപ്മെന്റൽ ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. എന്താണ് സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത്? സെക്യൂരിറ്റി ഇല്ലാത്ത
അൺസെക്യൂർഡ് ആണ്, നെഗോഷ്യബിൾ ആണ്. നെഗോഷ്യബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രീലി എക്സ്ചേഞ്ച് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്, ഒരാളിൽ നിന്നും മറ്റൊരാളിലേക്ക് കൈമാറ്റം ചെയ്യാൻ വേണ്ടി പറ്റുന്നത് നെഗോഷ്യബിൾ. ഷോർട്ട് ടേം ഇൻസ്ട്രുമെന്റ്സ്, ഒരു വർഷത്തിൽ താഴെയുള്ള ഇൻസ്ട്രുമെന്റുകളാണ്. ഇൻ ബിയറർ ഫോം, ബിയറർ ഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരുടെ കയ്യിലാണോ ഉള്ളത് അയാളാണ് അതിൻ്റെ അവകാശി. കൈമാറ്റം ചെയ്യാൻ പറ്റുന്നത് ഇൻ ബിയറർ ഫോം. ഇഷ്യൂഡ് ബൈ കൊമേഴ്ഷ്യൽ ബാങ്ക്സ്, ആരാണ് ഇഷ്യൂ ചെയ്യുന്നത്? വാണിജ്യ ബാങ്കുകളും കൂടാതെ ആൻഡ് ഡെവലപ്മെന്റൽ ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസും. കൂടാതെ ബാങ്കുകൾ മാത്രമല്ല, ഇന്ത്യയിലുള്ള മറ്റ് ഡെവലപ്മെന്റൽ ബാങ്കുകളായിട്ടുള്ള IDBI തുടങ്ങിയ ഡെവലപ്മെന്റൽ ബാങ്കുകളൊക്കെ ഇഷ്യൂ ചെയ്യുന്ന ഇൻസ്ട്രുമെന്റ് ആണ് സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ്. ദ പീരീഡ് ഓഫ് ദീസ് ഡെപ്പോസിറ്റ് റേഞ്ചസ് ബിറ്റ്വീൻ 91 days to 1 year. ഇതിന്റെ പീരീഡ് എന്ന് പറയുന്നത് 91 ദിവസം മുതൽ 1 വർഷം വരെയാണ്. അപ്പോൾ ബാങ്കുകൾക്കും മറ്റ് ഡെവലപ്മെന്റൽ ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിനും ആവശ്യമായിട്ടുള്ള ഫണ്ട് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്, ഷോർട്ട് ടേം ഫൈനാൻസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയുള്ള സ്ഥാപനങ്ങൾ ജനങ്ങൾക്ക് ഇഷ്യൂ ചെയ്യുന്ന ഒരു ഇൻസ്ട്രുമെന്റ് ആണ് സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത്. നേരത്തെ കൊമേഴ്ഷ്യൽ പേപ്പർ കമ്പനികൾ ഇഷ്യൂ ചെയ്യുന്നു, സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ് ബാങ്കുകൾ ഇഷ്യൂ ചെയ്യുന്നു, ട്രഷറി ബിൽസ് ഗവൺമെന്റ് ഇഷ്യൂ ചെയ്യുന്നു. ഇല്ലേ, എല്ലാം മനസ്സിലാക്കുക. ഇതൊക്കെ ഷോർട്ട് ടേം ഫണ്ട് കണ്ടുപിടിക്കുന്ന മെത്തേഡുകളാണ്. നെക്സ്റ്റ് 5ാമത്തെ പോയിന്റ് ഇതാണ്, കൊമേഴ്ഷ്യൽ ബിൽ മാർക്കറ്റ്. 5ാമത്തെ മണി മാർക്കറ്റ് ഇൻസ്ട്രുമെന്റ് ഇതാണ്, കൊമേഴ്ഷ്യൽ ബിൽ മാർക്കറ്റ്. കൊമേഴ്ഷ്യൽ ബിൽ എന്ന് പറയുന്നത് ഒരു പുതിയ കാര്യമല്ല. നിങ്ങൾ ഫസ്റ്റ് ഇയർ അക്കൗണ്ടൻസിൽ ബിൽ ഓഫ് എക്സ്ചേഞ്ച് പഠിച്ചിട്ടുണ്ട്. കൊമേഴ്ഷ്യൽ ബിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ മാർക്കറ്റ് വിച്ച് ഡീൽസ് വിത്ത് ബിൽ ഓഫ് എക്സ്ചേഞ്ച്. ഇറ്റ് ഈസ് എ മാർക്കറ്റ് വിച്ച് ഡീൽസ് വിത്ത് ബിൽ ഓഫ് എക്സ്ചേഞ്ച്. ബിൽ ഓഫ് എക്സ്ചേഞ്ച് ഡീൽ ചെയ്യുന്ന മാർക്കറ്റിനെ വിളിക്കുന്ന പേരാണ് കൊമേഴ്ഷ്യൽ ബിൽ മാർക്കറ്റ് എന്ന്. ദ സെല്ലർ ഓഫ് ഗൂഡ്സ് ഡ്രോസ് ദ ബിൽ ആൻഡ് ദ ബയർ ആക്സെപ്റ്റ് ഇറ്റ്. നമുക്കറിയാം, ക്രെഡിറ്റ് സെയിൽ നടക്കുന്ന സമയത്ത് സാധനങ്ങൾ വിൽക്കുന്ന ആള്, ദ സെല്ലർ ഓഫ് ഗൂഡ്സ് പ്രിപ്പയർ ദ ബിൽ. ഇല്ലേ, സാധനം കടത്തിന് വിറ്റ ആള് ബില്ല് പ്രിപ്പയർ ചെയ്യുന്നു, കടം വാങ്ങിയ ആള് ബയർ ആക്സെപ്റ്റ് ഇറ്റ്, അതിൽ സൈൻ ചെയ്തിട്ട് ബയർ അത് ആക്സെപ്റ്റ് ചെയ്യുന്നു. On acceptance, the bill becomes a marketable instrument and it is called a trade bill. അതായത് ഒരു സാധനം ക്രെഡിറ്റ് സെയിൽ നടക്കുന്ന സമയത്ത് സെല്ലർ ഓഫ് ഗൂഡ്സ് വിൽ പ്രിപ്പയർ എ ബിൽ ഓഫ് എക്സ്ചേഞ്ച് ആൻഡ് ദ ബയർ വിൽ sign the bill, that is he will accept the bill. Whenever a bill is accepted by the buyer, it becomes a marketable instrument called trade bill. എപ്പോഴാണോ ഒരു ബയർ ഒരു ബിൽ ആക്സെപ്റ്റ് ചെയ്യുന്നത്, അപ്പോൾ അതൊരു മാർക്കറ്റബിൾ ഇൻസ്ട്രുമെന്റ്സ് ആയിട്ട്, അതായത് നമുക്ക് എക്സ്ചേഞ്ച് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു ഉപകരണമായിട്ട് മാറുന്നു. അതിൻ്റെ പേരാണ് ട്രേഡ് ബിൽ എന്ന്. ദീസ് ബിൽസ് ക്യാൻ ബി ഡിസ്കൗണ്ടഡ് വിത്ത് എ ബാങ്ക് ഇഫ് ദ സെല്ലർ നീഡ്സ് ഫണ്ട്സ് ബിഫോർ ദ ബിൽ മെച്യൂഴ്സ്. നമ്മൾ ഫസ്റ്റ് ഇയറിൽ പഠിച്ച ഡിസ്കൗണ്ടിങ് ഓഫ് ബിൽ ഓഫ് എക്സ്ചേഞ്ച്, ഡിസ്കൗണ്ടിങ് ഓഫ് ബിൽ ഓഫ് എക്സ്ചേഞ്ച്. അവിടെ എന്താ പഠിച്ചത്? നമുക്ക് എന്ത് ചെയ്യാം? ബിൽ ഓഫ് എക്സ്ചേഞ്ച് ബാങ്കിൽ കൊണ്ടുപോയിട്ട് ഡിസ്കൗണ്ട് ചെയ്യാം. എന്തിന്? നമുക്ക് പൈസ ആവശ്യമാണെങ്കിൽ. These bills can be discounted with a bank if the seller needs funds before the bill mature. ബില്ലിന്റെ മെച്യൂരിറ്റിക്ക് മുമ്പേ സെല്ലർക്ക് പൈസ ആവശ്യമാണെങ്കിൽ എന്ത് ചെയ്യാം? ആ ബില്ല് കൊണ്ടുപോയിട്ട് ബാങ്കിൽ സബ്മിറ്റ് ചെയ്തിട്ട് നമുക്ക് അതിനെ ഡിസ്കൗണ്ട് ചെയ്തിട്ട് ഒരു പണം നമുക്ക് മുൻകൂട്ടി അഡ്വാൻസ് ആയിട്ട് എടുക്കാൻ വേണ്ടി പറ്റും. അതുവഴി കമ്പനികൾക്ക് വർക്കിംഗ് ക്യാപിറ്റൽ കണ്ടുപിടിക്കാം. ക്ലിയർ ആയോ? When a trade bill is accepted by a commercial bank, it is known as a commercial bill. എപ്പോഴാണോ ഒരു ട്രേഡ് ബില്ല് ബാങ്കിൽ ഡിസ്കൗണ്ട് ചെയ്യുന്നത്, അപ്പോൾ ആ ബില്ല് ഒരു കൊമേഴ്ഷ്യൽ ബില്ലായിട്ട് മാറുന്നു. അതാണ് നമ്മുടെ ഹെഡിങ്, കൊമേഴ്ഷ്യൽ ബിൽ മാർക്കറ്റ്. കൊമേഴ്ഷ്യൽ ബിൽ മാർക്കറ്റ്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ, ഇൻ ഷോർട്ട്, കൊമേഴ്ഷ്യൽ ബിൽ മാർക്കറ്റ് ഈസ് എ മാർക്കറ്റ് വിച്ച് ഇസ് ഇൻറ്റൻഡഡ് ടു ഡിസ്കൗണ്ട് ദ ബിൽ ഓഫ് എക്സ്ചേഞ്ച്. ബിൽ ഓഫ് എക്സ്ചേഞ്ച് ഡിസ്കൗണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കമ്പനികളെ സഹായിക്കുന്ന മാർക്കറ്റിനെ വിളിക്കുന്ന പേരാണ് കൊമേഴ്ഷ്യൽ ബിൽ മാർക്കറ്റ് എന്ന്. ഈ ഒരു മാർക്കറ്റ് ഇന്ത്യയിൽ അത്രമാത്രം ഡെവലപ്ഡ് അല്ല എന്നുകൂടെ നിങ്ങൾ ഈ ഒരു അവസരത്തിൽ മനസ്സിലാക്കുക. ക്ലിയർ ആയോ? അപ്പോൾ നമ്മൾ ഇന്ന് പഠിച്ചത് മണി മാർക്കറ്റിനെ കുറിച്ചിട്ടാണ്. മണി മാർക്കറ്റ് എന്താണെന്ന് പഠിച്ചു, അതിലെ ഇൻസ്ട്രുമെൻറ്റ്സ് കൂടെ നമ്മൾ പഠിച്ചു. മണി മാർക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ മാർക്കറ്റ് വിച്ച് ഡീൽസ് വിത്ത് ഷോർട്ട് ടേം ഫൈനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ്സ്. ക്ലിയർ? അപ്പോൾ അതിലെ ഇൻസ്ട്രുമെൻറ്റുകൾ, ട്രഷറി ബിൽസ് ആര് ഇഷ്യൂ ചെയ്യുന്നു? ഗവൺമെൻറ് ഇഷ്യൂ ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മുടെ സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ് ബാങ്ക് ഇഷ്യൂ ചെയ്യുന്നു. കൊമേഴ്ഷ്യൽ പേപ്പർ ആര് ഇഷ്യൂ ചെയ്യുന്നു? കൊമേഴ്ഷ്യൽ പേപ്പർ ഇഷ്യൂ ചെയ്യുന്നത് കമ്പനികളാണ്. ഇനി ലാസ്റ്റ് നമ്മൾ പഠിച്ച കൊമേഴ്ഷ്യൽ ബിൽ മാർക്കറ്റ്, അവിടെ എന്താ ചെയ്യുന്നത്?
കൊമേഴ്ഷ്യൽ ബിൽ മാർക്കറ്റിൽ ബിൽ ഓഫ് എക്സ്ചേഞ്ച് ഡിസ്കൗണ്ട് ചെയ്യുന്ന ഒരു മാർക്കറ്റാണ് കൊമേഴ്ഷ്യൽ ബിൽ മാർക്കറ്റ്. ഒന്നുകൂടെ പഠിച്ചു. കോൾ മണി മാർക്കറ്റ്, അതായത് കോൾ മണി ലോൺ ഡീൽ ചെയ്യുന്ന മാർക്കറ്റാണ് കോൾ മണി മാർക്കറ്റ്. അപ്പോൾ ഒന്നാമത്തെ ക്ലാസ് അവസാനിപ്പിക്കുകയാണ്. ബാക്കിയുള്ള കാര്യങ്ങൾ അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക്